ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റത്തിന് റവന്യൂ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന ആരോപണവുമായി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഒരിക്കലും തീരരുത് എന്നാണ് ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നത്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ജില്ലാ ഭരണകൂടം ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും CV വർഗീസ് ആരോപിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയത് സംബന്ധിച്ച് ഗവൺമെന്റ് നിശ്ചയിച്ചതനുസരിച്ച് ദിനേശനും ബഹുമാനപ്പെട്ട ദിനേശൻ മുൻ ജില്ലാ കളക്ടർ അതുപോലെ തന്നെ കെ സേതുരാമനെ സംബന്ധിച്ചൊരു കമ്മീഷൻ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ചില നടപടി സ്വീകരിച്ചു. പക്ഷെ എന്നാൽ ഇപ്പൊ പരുന്തുംപാറ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അവിടുന്ന് കൃഷിക്കാരൻ ലോൺ എടുത്ത് നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ഈ അടുത്ത ദിവസം കേരളതാമസത്തിന് വേണ്ടി വെക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കൃഷിക്കാരനെ അവിടുന്ന് കുടിയിറക്കാൻ വേണ്ടിയുള്ള നീക്കുന്ന ഇത്തരം നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എവിടെയാ ഒരുത്തരം പറയണ്ടേ? പറയണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതെല്ലാം പുറപിടിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാർ. ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അന്വേഷണ വിധേയമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ്. സുബിൻ തോമസ് ചേരുന്ന വിവരങ്ങളുമായി. സുബിൻ, എന്താണ് വർഗീസിന്റെ വാദം? ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ കയ്യേറ്റങ്ങളിൽ കൂടുതലായും ഈ കയ്യേറ്റങ്ങൾ ഒത്താശ ചെയ്യുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരാണെന്ന എന്ന വിമർശനമാണ് പ്രധാനമായും CPM കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടിരുന്നത്. സമാനമായി തന്നെ പരുന്തുംപാറയിലും അതേ ആരോപണം തന്നെ, അതേ വിമർശനം തന്നെ CPM ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പരുന്തുംപാറയിലെ സർക്കാർ ഭൂമിയിൽ കയ്യേറി വൻകിട റിസോർട്ടുകൾ ഉൾപ്പെടെ നിർമ്മിക്കാനായിട്ട് ഈ ഒരു ഒത്താശ ചെയ്ത് കൊടുക്കുന്നതും അതിന് വേണ്ട പേപ്പർ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നതെല്ലാം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരാണ്. വലിയ രീതിയിൽ ഇവർ കൈക്കൂലി വാങ്ങുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനോ നിലയ്ക്ക് നിർത്താനോ വകുപ്പിന് കഴിയുന്നില്ല എന്നൊരു വിമർശനമാണ് CV വർഗീസ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ ഈ പരുന്തുംപാറ കേന്ദ്രീകരിച്ച് ഈ കയ്യേറ്റം നടത്തിയിരിക്കുന്നതിൽ അധികം ആളുകളും ഈ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ അത്തരത്തിൽ എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഈ റവന്യൂ വകുപ്പാണ്. കാരണം ഇത്തരത്തിൽ ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ ഈ നിയന്ത്രണങ്ങളുള്ള സമയത്ത് പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത്തരത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷണ സംഘം കൃത്യമായ പരിശോധന ഈ പരുന്തുംപാറയിൽ നടത്തുമ്പോൾ പോലും ഈ കയ്യേറ്റക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ കുരിശ് നിർമ്മിക്കുന്ന ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ റവന്യൂ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഈ CV വർഗീസ് ചോദിക്കുന്നത്. കൂടാതെ ഈ വലിയ വൻകിട കയ്യേറ്റങ്ങൾ, അതായത് വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്, നമുക്കറിയാം സജിത് ജോസഫ് ഈ ഭൂമി കയ്യേറി നിർമ്മിച്ചിട്ടുള്ളത് 5 വൻകിട കെട്ടിടങ്ങളാണ്. ഈ വൻകിട കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ പോലും ഈ റവന്യൂ വകുപ്പ് എന്തുകൊണ്ട് ആ ഭാഗത്തെ പരിശോധന നടത്തില്ല, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും തരത്തിൽ കയ്യേറ്റമുണ്ടോ നടക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ എന്തുകൊണ്ട് റവന്യൂ വകുപ്പ് തയ്യാറായില്ല എന്നൊരു ചോദ്യമാണ് CPM മുമ്പോട്ട് വയ്ക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥ ഒത്താശയുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയാണ് ഇത്തരത്തിൽ ഇടുക്കി ജില്ലയിൽ കയ്യേറ്റങ്ങൾ വർദ്ധിക്കാനുള്ള കാരണമെന്നുള്ളതാണ് CV വർഗീസ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ, അതായത് നിലവിൽ ഇപ്പോൾ ഈ ശീരിമേട് വില്ലേജിലെയും അതുപോലെ തന്നെ മഞ്ചുനഗർ വില്ലേജിലെയും ഉൾപ്പെടുന്ന ഏകദേശം അതുപോലെ തന്നെ വാഗൺ വില്ലേജ്, അത്തരത്തിൽ 5 പട്ടയ പ്രദേശങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ നിരോധനാജ്ഞ ജനജീവിതത്തെ വലിയ രീതിയിൽ ദുസ്സഹമായി ബാധിക്കുന്നു എന്നുള്ളൊരു ആരോപണവും ഈ CPM മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പട്ടയം കിട്ടി, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പട്ടയം കിട്ടി നിയമപരമായി വീട് പണിയുന്ന ആളുകളുണ്ട്, മറ്റ് കെട്ടിടങ്ങൾ പണിയുന്ന ആളുകളുണ്ട്. ഇവരുടെ എല്ലാം നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് ഈ മറ്റു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്നു. ഒരു തരത്തിലും ഈ മറ്റ് സ്ഥാപക വസ്തുക്കൾ, അതായത് ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കൾ എത്തിക്കാൻ സാധിക്കുന്നില്ല, ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല. അത്തരത്തിൽ ഈ ഒരു നിരോധനം, അതായത് ഈ നിയന്ത്രണം വലിയ രീതിയിൽ ജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. മെയ് മാസം 2-ാം തീയതി വരെയാണ് ഈ ഒരു നിരോധനാജ്ഞ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലാണ്. അതായത് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലുള്ള വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിലെ ജനങ്ങളെ വലിയ ഭയാശങ്കയിലേക്ക് തള്ളിവിടുന്നു. ഈ കുടിയേറ്റ കർഷകരെ ഉൾപ്പെടെ ഈ കയ്യേറ്റക്കാരെന്ന് മുദ്രകുത്തി പുറത്താക്കാനുള്ള ഒരു ശ്രമമാണ് റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടം നടത്തുന്നത് എന്നുള്ളൊരു ആരോപണമാണ് CV വർഗീസ് മുമ്പോട്ട് വയ്ക്കുന്നത്. എന്തായാലും നാളെ CPM ജില്ലാ നേതൃത്വം ഈ പരുന്തുംപാറ മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഈ സമയത്ത് സന്ദർശനം നടത്തുന്നുണ്ട്. ഈ സമയത്ത് ഇവിടെ നിന്നുള്ള ആളുകളെ കേട്ട് അതിനുള്ള കൃത്യമായ ഒരു വിവരശേഖരണം നടത്തി മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് നിലവിലിപ്പോൾ CPM തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ CPM-ഉം റവന്യൂ വകുപ്പും ഒരു തുറന്ന പോരിലേക്ക് ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.